ശരീരത്തിൽ അലർജി കൂടുതലായിട്ട് കിടക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയുമോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമുക്ക് രാഹുലും ദീപേനെ എടുക്കാം. രണ്ടുപേർക്കും അലർജി ഉണ്ട്. അത് ചിലപ്പോൾ അലർജി ഒരു മോൾഡ് കാരണമാകാൻ പറ്റും, പോളൻ കാരണമാകാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് കാരണമാകാൻ പറ്റും. ഈ അലർജൻസ് കാരണം അവരുടെ ശരീരത്തിൽ IgEയും AC കൂടും. അപ്പം IG അലാറം അടിക്കും, AC അവിടെ ഇൻഫ്ലാമേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. കൂടിയ AC IgEയും കാരണം അവരുടെ ശരീരത്തിലുള്ള അലർജൻസിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അലർജിയിലെ സിംറ്റംസ് എന്ന് പറയുന്ന നോസ് ഡിസ്ചാർജ്, സ്നീസിങ്സ് അല്ലെങ്കിൽ ഇച്ചിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. കൂടിയ അലർജൻസിന്റെ അഗെയിൻസ്റ്റ് നമ്മുടെ ശരീരം ചിലപ്പം ഒരു സമയത്ത് വിൻ ചെയ്യും. അപ്പൊ നമ്മുടെ അലർജിന്റെ സിംറ്റംസ് ഒക്കെ കുറയാൻ തുടങ്ങും. കേസസിൽ അലർജൻ മാറിയാലും നമ്മുടെ ശരീരം പിന്നെയും IgE AC പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം നമ്മുടെ ശരീരം കൺഫ്യൂസ് ആയിട്ട് കൂടുതൽ ഇമ്മ്യൂൺ റെസ്പോൺസ് കൊണ്ടുവരും. അത് കാരണം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നോസ് ഡിസ്ചാർജ്, കഫിങ്, അലർജിക് ഷിനേഴ്സ്, അർട്ടിക്കേരിയ ഒക്കെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കൺഫ്യൂസ് സ്റ്റേറ്റ് മോസ്റ്റ്ലി നമ്മുടെ കൂടുതലായിട്ട് അലാറം സിസ്റ്റവും ഈ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് കാരണമാണ്. അത് നമുക്ക് എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണം. അതിൽ വെച്ച് നമുക്ക് IgE ലെവലും AC ലെവൽ കുറച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം.